നമസ്കാരം. ഫെബ്രുവരി 28-ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക മാധ്യമങ്ങളെ കണ്ട് അവകാശപ്പെട്ടത് ഇറാൻ എന്ന ഭീകര രാജ്യത്തെ അവസാനിപ്പിക്കാൻ, ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അണുവായുധങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഇറാൻ ഭരണകൂടം താഴെ വീഴും. ഇറാൻ്റെ ആണവ ശേഖരം മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കും. അങ്ങനെ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കും. പക്ഷെ 4 മാസം പിന്നിട്ടിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇടയ്ക്ക് ട്രംപ് ഒത്തുതീർപ്പിന് വേണ്ടി പതിവില്ലാത്ത വിട്ടുവീഴ്ചകൾക്കൊരുങ്ങിയിട്ടും ഇറാൻ വഴങ്ങിയില്ല. ആദ്യ ദിനത്തിൽ തന്നെ ഇറാൻ്റെ പരമാധികാരി അടക്കം ഏതാണ്ട് 40ഓളം സൈനിക മേധാവികളെ കൊന്നു തള്ളിയിട്ടും ഇറാൻ പരാജയപ്പെട്ടില്ല, കീഴടങ്ങിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈയെടുത്ത് നടത്തിയ വെടിനിർത്തലുകൾ എല്ലാം ചീറ്റിപ്പോയി. ഇറാൻ അവരുടെ പിടിവാശിയിൽ നിന്ന്, അവരുടെ നിലപാടിൽ നിന്ന് അണുവിട ചലിക്കാൻ ശ്രമിച്ചില്ല. ഒടുവിൽ ഇസ്രായേലിൻ്റെ അനുമതി വാങ്ങാതെ ഇറാനുമായി അമേരിക്ക ഒപ്പിട്ട ഒരു സമാധാന കരാറുണ്ട്. ആ കരാർ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പിടുന്നെങ്കിൽ അത് അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങളായിരിക്കണം, ഇസ്രായേലിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാവരുത് എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ലെബനോനിൽ ആക്രമിക്കില്ല എന്ന ട്രംപിൻ്റെ വാഗ്ദാനം ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. കരാർ നിലവിൽ വന്ന അതേ ദിവസം ലെബനോനിൽ കൂടുതൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ തിരിച്ചടിച്ചതോടെ ആ സമാധാന കരാർ വെറുതെയായി. ഹോർമൂസ് കടലിടുക്ക് തുറന്നു പ്രവർത്തിക്കാൻ പിന്നീട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമിച്ചു തുടങ്ങി. ഇറാൻ കപ്പലുകൾക്ക് നേരെ അമേരിക്കയും ആക്രമിച്ചു. ഈ മാസത്തിന് തുടക്കത്തിൽ അമേരിക്ക ആരംഭിച്ച ആക്രമണം 13 ദിവസം നീണ്ടുനിന്നു. ഇറാനും പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും പരസ്പരം ധാരണയില്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നിർത്തിവെച്ചിരുന്നു. പക്ഷെ ചൊവ്വാഴ്ച രാത്രിയിൽ അത് വെറുതെയായി. അമേരിക്കയും ഇറാനും വീണ്ടും പരസ്പരം ആക്രമിച്ചു തുടങ്ങി. ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനുമൊക്കെ ഇറാൻ്റെ ഏതാണ്ട് 6ഓളം നഗരങ്ങളിൽ അമേരിക്ക ബോംബിട്ടു. അമേരിക്കയുടെ ആക്രമണത്തെ ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകരം പതിവ് പോലെ അയൽ രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണം ജോർദാന് നേരെയും ഈജിപ്തിന് നേരെയും ഇറാൻ നടത്തിയ ആക്രമണമാണ്. ഈജിപ്തിൻ്റെ തുറമുഖത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ ഒരു പ്രകൃതിവാതകം നിറച്ച ടാങ്കർ തകർത്തിരുന്നു. കൂടാതെ ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ടു. അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് സാരമായി പരിക്കേൽപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നാണ് ഇറാൻ്റെ അവകാശവാദമെങ്കിലും അമേരിക്ക അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ 2 ദിവസം പുറത്തേക്ക് വരുന്ന സൂചനകൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ സംഘർഷം കൂടുതൽ വഷളാകുമെന്നാണ്. അമേരിക്ക ഇറാന് നേരെയും ഇറാൻ അയൽ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യ പൂർണ്ണമായും നിലച്ചു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ. UAEയുമായി കാതലായ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും എമിറേറ്റ്സും ഇത്തിഹാദും അടക്കമുള്ള UAE വിമാന കമ്പനികൾക്ക് പതിവ് പോലെ അവരുടെ സർവീസ് തുടരാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തുകൊണ്ടാണ് യുദ്ധം മുമ്പോട്ട് പോകുന്നത്. ദുബായിലെത്തുന്ന എമിറേറ്റ്സും അബുദാബിയിലെത്തുന്ന എത്തിഹാദും മുടക്കമില്ലാതെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ മലയാളികളടങ്ങുന്ന സഞ്ചാരികൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് എമിറേറ്റ്സിനെയും എത്തിഹാദിനെയുമാണ്. എന്നാൽ ഇതിനിടയിലും സംഘർഷം രൂക്ഷമാകുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. അപ്രതീക്ഷിതമായ നീക്കത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ സേനയുടെ പിന്തുണയോടെ സൗദി അറേബ്യ ഇറാഖിൽ നടത്തിയ ആക്രമണമാണ് ഇപ്പോഴത്തെ സാഹചര്യം വീണ്ടും വഷളാക്കിയിരിക്കുന്നത്. ഇറാനെ പിന്തുണയ്ക്കുന്ന ഇറാഖിലെ ഒരു അർദ്ധ സൈനിക സംവിധാനത്തിന് നേരെയാണ് സൗദി അറേബ്യ ബോംബാക്രമണം നടത്തിയത്. 20ഓളം പ്രമുഖർ കൊല്ലപ്പെട്ടെന്നും 37 പേർക്ക് പരിക്കേറ്റെന്നും ഇറാഖ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാഖിൻ്റെ പരമാധികാരത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖ് രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കയോടും ഇറാനോടും സമദൂരം പാലിച്ച് തരക്കേടില്ലാതെ മുമ്പോട്ട് പോകുന്ന രാജ്യമാണ് ഇറാഖ്. ഇറാഖിലേക്ക് കയറി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയത് ഇറാഖിനെ മാത്രമല്ല ഇറാനെയും ഞെട്ടിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങളിലെല്ലാം തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇറാൻ അർദ്ധ സൈനിക വിഭാഗങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഹൂത്തിയും ഒക്കെ പോലെ തന്നെ ഇറാഖിലും ഇറാൻ്റെ പിന്തുണയിൽ ഭീകര സംഘടനകൾ വളർന്നു വരുന്നു. അവയെ ലക്ഷ്യമിട്ടുകൊണ്ട് സൗദി അറേബ്യ നടത്തിയ ആക്രമണമാണ് പലരെയും ഞെട്ടിച്ചത്. സൗദി രാജകുമാരൻ MBSുമായി
ഇറാഖി പ്രധാനമന്ത്രി നടത്താൻ തീരുമാനിച്ചിരുന്ന ചർച്ച ഇതോടുകൂടി റദ്ദായി. അമേരിക്ക പിന്തുണച്ചുകൊണ്ട് സൗദി അറേബ്യ പരസ്യമ രംഗത്തിറങ്ങിയത് ഇറാനെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇറാൻ ഏതാണ്ട് 400ഓളം റോക്കറ്റ് ലോഞ്ചറുകൾ ചൈന കൈമാറി എന്ന റിപ്പോർട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ട്രംപ് കടുത്ത ഭാഷയിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ അമേരിക്ക ആരോപിച്ചിരുന്നത് ചൈനയാണ് ഇറാന് ആയുധങ്ങൾ കൊടുക്കുന്നത് എന്നാണ്. എന്നാൽ ചൈന ഇത് പരസ്യമായി നിഷേധിച്ചിരുന്നു. ചൈന അമേരിക്കയെ പിണക്കാതെ തന്നെ ഇറാനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ചൈനയുടെ സൈനിക സഹായമാണ് ഇറാന് നിലനിർത്തുന്നത് എന്ന് വ്യക്തമായതോടെ ട്രംപ് ചൈനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ചൈന ഏതാണ്ട് പരസ്യമായി തന്നെ നിഷേധിച്ചുകൊണ്ടാണെങ്കിലും ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചൈനയും റഷ്യയും ഇറാനെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ നിർവീര്യമാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ലെന്ന് ട്രംപിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയും റഷ്യയും പരസ്യമായ നിഷ്പക്ഷത പാലിക്കുമ്പോഴും ഇറാന് ആൾബലവും സൈനിക ബലവും കൊടുക്കുന്നു എന്ന സംശയം നേരത്തെ തന്നെ ഉണ്ടെങ്കിലും ചൈന ഏതാണ്ട് പരസ്യമാക്കിക്കൊണ്ട് രംഗത്ത് വന്നതോടെ അമേരിക്കയും പശ്ചിമേഷ്യൻ സഖ്യരാജ്യങ്ങളും ആശങ്കയിലായിരിക്കുകയാണ്. സൗദി അറേബ്യ അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് ഇറാഖിൽ ആക്രമണം നടത്തിയതും ചൈന ഇറാന് ആയുധങ്ങൾ കൈമാറുന്നു എന്നുറപ്പായതും സംഘർഷം കൂടുതൽ വിപുലീകരിക്കാനുള്ള സാധ്യതയാണ് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര യുദ്ധ നിരീക്ഷകർ പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷം കൂടുതൽ വഷളാകുമെന്നും കൂടുതൽ രാജ്യങ്ങൾ പക്ഷം പിടിച്ചുകൊണ്ട് രംഗത്തെത്തുമെന്നാണ്. ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ അകലം പാലിച്ച് രക്ഷപ്പെടാനാണ് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി യമനീസ് പ്രസിഡന്റ് ഇറാനിലെത്തി ഇറാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തിയെങ്കിലും ആ ധാരണ മുമ്പോട്ട് പോയില്ല. ഹോർമുസ് കടലിടുക്കിൽ ഫീസ് ഏർപ്പെടുത്തുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വെച്ചതെങ്കിലും എന്തുകൊണ്ടോ ഇറാൻ തള്ളിക്കളഞ്ഞു. കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം പടരുകയും കൂടുതൽ രാജ്യങ്ങൾ ഇടപെടുകയും ചെയ്തതോടെ പശ്ചിമേഷ്യൻ സംഘർഷം എങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക തുടരുകയാണ്. യുദ്ധത്തിനിടയിൽ ജീവിക്കുക എന്ന രീതിയിലേക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മാറിക്കഴിഞ്ഞു. ബഹ്റൈനെ പോലുള്ള രാജ്യങ്ങൾ നിരന്തരം ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. UAEയും സൗദിയും ഖത്തറും കുവൈറ്റും ഒമാനും അടങ്ങുന്ന രാജ്യങ്ങൾ പ്രതിസന്ധിയിൽ തുടരുകയാണ്. യമനിലെ ഹൂത്തികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണവും ഇതിനിടയിൽ സഖ്യകക്ഷികൾക്ക് തലവേദനയാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ട്രംപ് തുടങ്ങി വെച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിയുമില്ലാതെ മുമ്പോട്ട് പോകുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ട്രംപ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഇറാനെ പിന്തുണച്ചുകൊണ്ട് ചൈനയും അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് സൗദിയും രംഗത്തിറങ്ങിയതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്നും പ്രതിസന്ധി ഭയാനകമായ രീതിയിലേക്ക് വളരുമെന്നുമാണ് യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നത്.